പ്രസാദേട്ടൻ, ഞാൻ കുറേ പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സൈക്കിളിലുള്ള ആളിനെ ആദ്യമായിട്ട് കാണുകയാണ്. പ്രസാദേട്ടൻ, എങ്ങനെയാണ് നമ്മൾ പ്രായമുള്ളവരെ കരുതുന്നത്? അവരെ എത്രയും ഇതായിട്ട് നോക്കാൻ പറ്റും അത്രയും ഇതായിട്ട് നോക്കുക എന്നുള്ളത്. അല്ല, ഇത് അങ്ങനെ പറയാം. എത്ര ഇതായിട്ടെന്ന് പറഞ്ഞാൽ അത്ര ഇതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് പറയാം. എന്തോ അത് ഉദ്ദേശിച്ച് അവരിപ്പോൾ പ്രായമുള്ള എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മയാണുള്ളത്. ആ, അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ അവരെ നോക്കുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് എത്ര പ്രായമുണ്ട് ഇപ്പോൾ? 85 വയസ്സ്. 85 വയസ്സ്. അപ്പം ചേട്ടായിക്ക് 60 വയസ്സാണോ? 60 വയസ്സ്. ഓക്കെ. എൻ്റെ അമ്മയ്ക്ക് 83. അപ്പം ഈ കരുതുക എന്ന് പറഞ്ഞാൽ, നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അവർക്ക് ഭക്ഷണം, അവരുടെ വസ്ത്രധാരണം. അല്ല, അവർക്കിപ്പോൾ മട്ടൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനം മേടിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ ഇറച്ചി മേടിക്കാൻ പോവുക. അല്ല, ഈ പ്രായത്തിൽ അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇനി അവർക്ക് എന്നാ നാൾ കഴിക്കാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. കാര്യം ഇതുപോലെയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് ഈ ലഡുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 83 വയസ്സ്. അപ്പം ഡോക്ടർ പറയും പാടില്ല. അമിതമായി കൊടുക്കരുത്. അവരുടെ ഒരു എന്നാലും നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അതായത് ഇനി എത്രയും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുക അല്ലേ? ഇത്രയും നാൾ നമ്മളെ പോറ്റിയില്ലേ? അതെ, മാതാപിതാ. അല്ല, മാതാപിതാ എങ്ങനെയാത് പറയുന്നത്? മാതാപിതാ, ഗുരു, ദൈവം. കറക്റ്റ്, എക്സാക്ട്ലി. പ്രസാദ് എന്നല്ലേ പറഞ്ഞത്? പ്രസാദ്, വെരി ഗുഡ്.